മാധവിക്കുട്ടിയുടെ ചേക്കേറുന്ന പക്ഷികളുടെ ബാക്കി നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞില്ലെങ്കിലും ഉമ്മയ്ക്ക് ഇവിടെ ഇരിക്കാൻ അധികാരമുണ്ട് കേട്ടോ. ഇവിടെ ആരുമില്ല, അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. മുന്നോണത്തിന് ശേഷം മടങ്ങും, അയാൾ പറഞ്ഞു. ഞാൻ ഗുരുവായൂർ ഭജനയ്ക്ക് വന്നതാ. ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. 7 ദിവസം മനസ്സിരുത്തി ഭജിക്കാൻ പറഞ്ഞു എല്ലാവരും, അവൾ പറഞ്ഞു. അവളുടെ പുഞ്ചിരി അവിശ്വാസിയുടെ പുഞ്ചിരിയായിരുന്നു. എന്തിനേയും നിരന്തരം ചോദ്യം ചെയ്തിരുന്ന ഒരു യുക്തിവാദിയായിരുന്നു. ഉമ്മയ്ക്ക് അമ്പലങ്ങളിൽ വിശ്വാസമില്ലാന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്, അയാൾ പറഞ്ഞു. എനിക്ക് ക്യാൻസറിലും വിശ്വാസമുണ്ടായിരുന്നില്ല, അത് എന്നെ ബാധിക്കുന്നത് വരെ, അവൾ പറഞ്ഞു. ആ നിമിഷത്തിൽ അവളുടെ ചിരി തന്നെ കഠിനമായി വേദനിപ്പിക്കുന്നെന്ന് അയാൾക്ക് തോന്നി. തനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പ്രസ്താവിക്കുമ്പോൾ അവൾക്ക് കരയാമായിരുന്നു. ആ കരച്ചിൽ തൻ്റെ ഹൃദയത്തെ എത്ര മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉമ്മയ്ക്ക് വേണ്ടി നാളെ തന്നെ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തിക്കാം. ഉമ്മയ്ക്ക് സുഖം കിട്ടും, എനിക്ക് തീർച്ചയുണ്ട്, അയാൾ പറഞ്ഞു. മരിച്ചാലും ഒരുതരം സുഖം കിട്ടുമെന്നീ, ഉമ്മ പറഞ്ഞു. മരിക്കേണ്ട പ്രായമായിട്ടില്ല, അയാൾ പറഞ്ഞു. അവൾ തൻ്റെ ചുറ്റുപാടും മനസ്സമായി കണ്ണോടിച്ചു. തെങ്ങിൻ തോപ്പുകൾക്കും പാടങ്ങൾക്കും അപ്പുറം ചക്രവാളം തുറന്നിരിക്കുന്നു. പാമ്പിൻ്റെ കാവിലെ ഇലഞ്ഞയ്ക്കും ഇത് ഉയർത്ത ഒരു നക്ഷത്രം ഒഴിച്ചിരിക്കുന്നു. ബാക്കി കഥ നമുക്ക് നാളെ പറയാം. നമുക്കൊരു ബീറ്റ്റൂട്ട് ഉപ്പേരിയും കൂടി ഉണ്ടാക്കാം. നമ്മൾ ബീറ്റ്റൂട്ടൊക്കെല്ലാം സാധാരണത്തെ പോലെ നമ്മൾ തോരൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് ചേർക്കണം എന്താണെന്നറിയുന്നു. എല്ലാം നമ്മൾ കടുകെല്ലാം പൊട്ടിച്ച് സാധാരണ അതുപോലെ അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു കുഞ്ഞൊരു 1/4 ടീസ്പൂൺ അയമോദകം പൊടിച്ചത് ചേർക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായത് ഇതിൻ്റെ തോരൻ കഴിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വെറുതെ ഒന്നിങ്ങനെ നമ്മൾ അടുപ്പിൽ വെച്ചതിന് ഇതുപോലെ ഒന്ന് വിതറിക്കെടുത്താൽ മതി, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കഥ ബാക്കിയും കൂടെ എല്ലാവരും കേൾക്കണം. ഇത് നമുക്ക് നാളെ ആവാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.